തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യബന്ധന വള്ളം തിരയിൽപ്പെട്ട് മറിഞ്ഞ് 2 പേരെ കാണാതായി. അഞ്ചുതെങ്ങ് സ്വദേശികളാണ് വള്ളത്തിലുണ്ടായിരുന്നത്. ശക്തമായ കടലേറ്റവും വെളിച്ചക്കുറവും തെരച്ചിലിന് വെല്ലുവിളിയാകുന്നുണ്ട്. അശ്വിൻ ഡിയേഗോ കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുകയാണ്. അശ്വിൻ, ഇതെപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്? കാണാതായവർക്കായുള്ള തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? ആര്യ, അല്പസമയം മുമ്പാണ് ഈ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത്. അഞ്ചുതെങ്ങിൽ ആണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. ക്ഷമിക്കണം, മുതലപ്പുഴയിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളികൾ പോയിരുന്ന ഈ വള്ളത്തിൽ നിന്ന് 2 പേർ തെറിച്ചു വീഴുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശക്തമായ കടലാക്രമണമാണ് ആ ഭാഗത്ത് ഉള്ളത്. മാത്രമല്ല, വേലിയേറ്റം കൂടി ആ ഭാഗത്ത് ഉണ്ട് എന്നുള്ളതാണ്. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തന്നെ നേരത്തെ മുതൽ തന്നെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് വിലക്ക് കൂടി ഏർപ്പെടുത്തിയിരുന്നു. ഇതിനിടയിലാണ് ഇവർ സഞ്ചരിച്ചിരുന്ന ഈ ബോട്ട്, അതിൽ നിന്ന് 2 പേർ തിരയിൽപ്പെട്ട് തെറിച്ചു വീണിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഈ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് എന്നുള്ളതാണ് അറിയുന്നത്. ശക്തമായ തിരയും അതുപോലെ തന്നെ വെളിച്ചക്കുറവും ഈ തിരച്ചിലിനെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇത് പറയാൻ കഴിയുന്നത്. 2 തൊഴിലാളികളാണ് നിലവിൽ ഈ വള്ളത്തിൽ നിന്ന് കാണാതായിട്ടുള്ളത്. എത്ര പേർ അതിലുണ്ടായിരുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ നിലവിൽ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രതികൂല കാലാവസ്ഥയും അതുപോലെ തന്നെ ശക്തമായ കടലാക്രമണവും ഈ വെളിച്ചക്കുറവും ഇപ്പോൾ ഈ ഒരു തിരച്ചിലിനെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നുമുണ്ട്. ആര്യ, അശ്വിൻ ഡിയേഗോ ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മുതലപ്പുഴയിലാണ് വീണ്ടും അപകടമുണ്ടായിരിക്കുന്നത്. 2 മത്സ്യത്തൊഴിലാളികളെയാണ് കാണാതായിരിക്കുന്നത്. അവർക്കായുള്ള തെരച്ചിൽ തുടരുന്നുണ്ട്. പക്ഷേ കടൽക്ഷോഭവും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വെളിച്ചക്കുറവും ഈ രക്ഷാപ്രവർത്തനത്തിനും വെല്ലുവിളിയാകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.